കുട്ടാ നിന്നെ സ്നേഹിക്കുന്നവര് ഇതെന്താണ് കഥ? ആ പെൺകുട്ടിയുടെ മുഖത്ത് ഇത്രയും വേദന കാണണമെങ്കിൽ അതൊരു കാര്യമില്ലാത്ത കഥയാ സാറേ. ഞാൻ മരിച്ച എങ്ങനെയാന്ന് കണ്ടുപിടിക്കാൻ ആ കഥ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും അളിയൻ വരണം. അതുവരെ ഒരു നേരം പോക്ക്. താൻ പറ കേൾക്കട്ടെ. സാറിനൊക്കെ നേരം പോക്കല്ല സാറേ. അയ്യോ കുട്ടാ, ഞാനത് ഉദ്ദേശിച്ചല്ല. ഒരബദ്ധമൊക്കെ ഏത്? താൻ പറയടോ, കേൾക്കട്ടെ. അച്ഛാ എന്താ അച്ഛാ, എന്താ ഇന്ന് ഡേറ്റ് 10 ആയിട്ടോ. നാളെ 11. ഫീസ് അടക്കാറായി. ഇനിയിപ്പൊ അടച്ചില്ലെങ്കിൽ അവരെ കൊണ്ടടപ്പിക്കരുത്. അച്ഛനാ അതല്ല എന്റെ ശരി. അവരടിക്കൊന്നുമില്ല. എന്നെ ക്ലാസ്സിന് പുറത്താക്കൂ. ആര് അങ്ങനെ ആയതുകൊണ്ട് പുറത്താക്കട്ടെ. കുട്ടന്റെ മോള്. ആ ബെസ്റ്റ്. അതുകൂടെ അറിഞ്ഞ പിന്നെ അവര് ക്ലാസ്സിലേ കേട്ടില്ല. കുട്ടേട്ടാ, ശരത്ത് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. അവന്റെ ഹോസ്പിറ്റലിൽ രമ്യനെ ജോലിക്ക് നിർത്താന്ന്. അതാവുമ്പോ പഠിത്തവും മുടങ്ങില്ല. അതിന്റെ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമല്ലേ? അത് മതി. ഇല്ലേ, എനിക്ക് പഞ്ചാര ഒന്നുമില്ല. ഇച്ചിരി പഞ്ചാര ഇളക്കാൻ വന്നായിരുന്നു. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. നീ എന്നെ കളിയാക്കിയതല്ല മനുഷ്യ. എനിക്കും അവക്ക് ഷുഗർ ഇല്ലാന്ന്. നല്ല കാര്യമല്ലേ? എന്റെ അച്ഛ, ഒന്നെങ്കിൽ അച്ഛൻ പഞ്ചസാര കൊണ്ടുവരണം, അല്ലെങ്കിൽ അമ്മക്ക് കാശ് കൊടുക്കണം. അതച്ഛൻ ലീഡ് ചെയ്തേരാ. കുട്ടന്റെ വീടല്ലേ? കുട്ടന്റെ ആഗ്രഹമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. കുട്ടനല്ലേ? പല കാര്യം പറയാം മിസ്റ്റർ. എന്റെ പേര് ജബ്ബാർ ഹാജി. ഞാനെന്ത് വേണം? ഗോപൻ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്റെ പേരക്കുട്ടിക്ക് അത്യാവശ്യമായിട്ട് AB നെഗറ്റീവ് ചോര വേണം. ആ ചെല്ല്, ഒരു നല്ല കാര്യത്തിനല്ലേ. അതെ, ഈ ഡോക്ടർമാരൊക്കെ പലതും പറയും. ചോരാടാ, പക്ഷെ കാശ് കിട്ടണം. വേണ്ട. ശരി ശരി ശരി. ഒന്നും പറഞ്ഞില്ല, ഒന്ന് സഹായിക്കണം. അതെ, ഈ നടപ്പ് കുറച്ചായി. അതിനെ അതായത് വലിയ തൊല്ലേത്. ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ തരാം. അതെ, എത്ര രൂപ വരും? ഒരു 1000 രൂപ തരാം. എന്റെ കുട്ടിയുടെ കാര്യം. 1000 രൂപയോ? നിങ്ങക്ക് ജ്യൂസാണോ വേണ്ടത് ചോരയാണ്? എന്നെ പൊന്നാച്ചാല് ഈ ജ്യൂസാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് 50 രൂപ എടുത്തിട്ട് മേടിച്ചു തരാം. ഇതുപോലെ ഒരു ആശുപത്രിയിൽ 10,000 രൂപ കൂടെ ഒരു കുപ്പിക്ക്. ഞാനേ 2000 രൂപ തരാം. എന്റെ മോളുടെ റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ടാ. 5000 രൂപ അതാണ് ഞാൻ ചെയ്തു തരാം. എന്തായാലും വേണ്ടില്ല, എന്റെ മോളുടെ ജീവന്റെ കാര്യം. ഞാൻ തന്നെ പൈസ എടുത്തു. എന്റെ ജ്യൂസും വരുമ്പോ പറഞ്ഞാലേ. ശരി സാർ. ഈ ഫാർമസിയിൽ സ്റ്റോക്ക് ഇല്ലാത്ത മെഡിസിൻസ് ഒക്കെ അഷ്റഫ് ഡോക്ടർ പുറത്തേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ പുറത്തുള്ളവർക്കും കിട്ടട്ടെ ചരിത്തെ. അവർക്കില്ല കിട്ടിയോളും കുട്ടികളൊക്കെ. അല്ല മോഹിനി? എന്താ ശരിക്കും മോഹിനിന്നെ? സാറന്മാരെ എന്താടോ രക്തമൊക്കെ ഊറ്റി കൊടുത്ത? ഞാൻ പറഞ്ഞില്ലേ കുട്ടം വരുമെന്ന്. കേട്ടോ ആചാര്യ, ഇത്രയും പരോപകാരിയായിട്ടുള്ള ഒരാള് ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. അല്ലേ? കുട്ടേട്ടാ, രമ്യയുടെ ഇന്റർവ്യൂവിന്റെ കാര്യം ഞാൻ സിന്ധു ചേച്ചി പറഞ്ഞിരുന്നു. കിട്ടാനാ പ്രയാസം. അല്ല, സിന്ധു എന്നോട് പറഞ്ഞായിരുന്നു. വളരെ ഉപകാരം സാറേ. ദൈവം നിങ്ങളെ അറിയിക്കും. ശരി, ഓക്കെ. അഷ്റഫ് ഡോക്ടർ ഞാൻ കണ്ടോളാം. ഓക്കെ. നല്ല മനുഷ്യന്മാരാ. 8 മാസം വാടക കൊടുക്കാറുണ്ട്. ഞാനും കൊടുക്കൊന്നുമില്ല. ഇടയ്ക്ക് ഇച്ചിരി ചില്ലറ വെച്ചാൽ തരുകയും ചെയ്യും. എന്റെ ഫൗസിമോളൊന്ന് കണ്ടിട്ട് അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാ പോരെ? അങ്ങനെ ശരിയാവണേ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്കറിയോ? എനിക്കറിയൊന്നും അറിയാൻ മേല. ഞങ്ങളുടെ രീതിയിലാണെങ്കിൽ ഞാൻ ഒന്ന് നോക്കാം. പ്രാർത്ഥനയ്ക്ക് നിങ്ങളും ഞങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് അവളെ വന്നൊന്ന് തലയിലൊന്ന് കൈ വെച്ച് പോന്നാ മതി. അത് വലിയ പ്രാർത്ഥനയുടെ ഗുണം ചെയ്യും. എന്നാവാ. മോളെ, ഇതാണ് വല്യപ്പ പറഞ്ഞ ആള്. നമുക്ക് രക്തം തന്നാള്. ഇതെന്റെ മോളുടെ പ്രായമുള്ളൂ. ആർക്കുള്ളൂട്ടാ. വല്യപ്പ പറഞ്ഞ നിങ്ങൾ പൈസ ഒന്നും വാങ്ങിയിട്ടില്ലെന്ന്. നിങ്ങൾ പഠിച്ചോൻ കാത്തോളും. ഞാൻ പഠിച്ചോനോട് ദുആ ചെയ്യാം. നിങ്ങൾക്ക് നല്ലതേ വരൂ. പൊന്നെ
പൊന്നാച്ചേരെ പിടിച്ചേ ഞങ്ങൾക്ക് തന്നാ പിടിച്ചേ എന്താ ഇത്? അവിടെ വെച്ചോ വേണ്ടെന്നേ ഹാജരെ എന്റെ നിവൃത്തി കുറവുണ്ടാകും. എന്റെ വീട്ടിൽ ആരും ഇന്നലെ അരി മേടിച്ചില്ല, ഈ പോലീസ് മാത്രമേ ഉള്ളൂ.